ടു ലെജൻസ്. നമ്മുടെ കുർത്തി വീഡിയോയിൽ ഫുൾ സെറ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം ഇത് പ്യുവർ മോഡൽ സിൽക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ ചെയ്തേക്കുന്നത്. ടോപ്പും ബോട്ടും ദുപ്പട്ടയെല്ലാം ആ ഒരു മോഡലിൻ്റെ തന്നെ ഫാബ്രിക് ആട്ടോ. ദുപ്പട്ടയിൽ കുറച്ച് കൂടിയ റേഞ്ചിലുള്ള മോഡലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഫുൾ ആ ഒരു ഡിസൈനും കളർ കോമ്പിനേഷൻ പ്രത്യേകിച്ച് ബ്ലാക്കിലായതുകൊണ്ട് ഒന്നും പറയാനില്ല, നമുക്ക് ഇടുമ്പോൾ തന്നെ അത്ര ഇഷ്ടപ്പെടും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇടാൻ ഭയങ്കര സുഖമുള്ളൊരു ഫാബ്രിക്കാണ്, നല്ല സ്മൂത്ത് ആയിട്ട്. നമ്മുടെ മൊഡാൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൊഡാൽ എടുത്തിട്ടുള്ളവർക്കറിയാം, ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഭയങ്കര ഒരു സുഖമാണ്, നമുക്ക് ഇടാനും ഭയങ്കര സ്മൂത്ത് ആട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് കൂടുതലാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സെയിം നമുക്ക് ദുപ്പട്ടയ്ക്കകത്ത് കൊടുത്തേക്കുന്ന സെയിം പാറ്റേണിൽ തന്നെ ഈ ഒരു യോക്ക് പോർഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് ഹാൻഡ് വർക്ക്, ത്രെഡിൻ്റെ ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ്റെ ഒരു എടുപ്പ് അത്ര രസമാണ്, കാരണം ബ്ലാക്കിലായതുകൊണ്ട് നല്ല രസമായിട്ട് തന്നെ നിൽക്കും. കാണുമ്പോഴേ അറിയാം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണെന്നുള്ളത്. നമ്മളിങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. ഇത് ആ ഒരു സെറ്റ് അങ്ങനെ വന്നേക്കുന്നതുകൊണ്ടാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നത്. പക്ഷേ ഇച്ചിരി ഭംഗി കൂടുന്നുണ്ട്. ഇപ്പോൾ മോഡലിൻ്റെ മെറ്റീരിയൽ എടുത്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചിലപ്പോൾ പ്രിൻറ്റ് മൊത്തത്തിൽ അങ്ങനെ വന്നേക്കുന്നുണ്ട്, റേറ്റ് അതിലും കൂടിപ്പോവും. ഇത് മെയിൻ പോർഷൻ എടുത്തേക്കുന്ന ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടുള്ള പോർഷനും പിന്നെ യോക്കിൽ മാത്രമാണ് മോഡലിൻ്റെ ആ ഒരു മെറ്റീരിയൽ പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റം വന്നേക്കുന്നത്. ദുപ്പട്ടയിലുമാണ് മെയിൻ. പിന്നെ അതിൻ്റെ ഒരു വീതി ഒരുപാട് കൂട്ടാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയേക്കുന്നത്. ഇതിപ്പോൾ 2000 സംതിങ് റേഞ്ചേ ഉള്ളൂ. നിങ്ങൾ മോഡലിൻ്റെ ഫുൾ സെറ്റ് ഒക്കെ എടുക്കാൻ പോയാൽ എങ്ങനെ പോയാലും 3000-4000 മേളിലോട്ട് റേഞ്ച് വരും. അങ്ങനെ നോക്കിയാൽ ഇത് ഭയങ്കര റീസണബിൾ ആട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഭയങ്കര സോഫ്റ്റ് ലൈനിങ് ഉണ്ടെന്ന് ഞാൻ ഓർത്ത്. പക്ഷേ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ബോട്ടം തരാം. ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ, അതും നല്ല സുഖം ഇടാനായിട്ട്. മെറ്റീരിയൽ ആ ഒരു ടോപ്പിൻ്റെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം ചെയ്തേക്കുന്നത്. കുറച്ചൊരു ലൂസ് ബോട്ടം എന്ന് പറയാം, ഒരുപാടല്ല, ഒരു സെമി പലാസോ എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു ഐറ്റമാണ്. മെയിനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഹൈലൈറ്റ്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്, അതിനും നിങ്ങൾക്ക് വേറേൻ്റെ കൂടെ ഉപയോഗിക്കാനും പറ്റും. ബ്ലാക്കാണ് മെയിൻ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ഇനി വേറെ കളേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ സൈസസ് സെയിം തന്നെ എടുത്താൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടം കൊണ്ട് മാത്രം ചെറിയൊരു ടൈറ്റ്, അതിങ്ങനെ നോർമലി ഇങ്ങനെ പുറത്തുനിന്ന് ചെയ്ത് വരുന്ന ഐറ്റത്തിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് സ്ലിറ്റ് വേണമെങ്കിൽ കയറ്റിയിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടം കൊണ്ട് വണ്ണമുള്ളവർക്ക് അങ്ങനെ ഇതുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്തിട്ട് ശകലം ടക്കിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ളവരൊക്കെ കറക്റ്റ് ആട്ടോ. എനിക്കൊന്ന് കൈക്കൊക്കെ ഒരു ശകലം ഇച്ചിരി കുറച്ചാലും ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടം കൊണ്ട് വണ്ണമുള്ളവരാണെങ്കിൽ മാത്രം വേണമെങ്കിൽ അടുത്ത സൈസ്. ഞാനിപ്പോൾ അത് തന്നെ ഇട്ടേക്കുന്നത്. എനിക്ക് സാറിന് ഇവിടം കൊണ്ട് വണ്ണമുള്ളതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സൈസ് ഇടാറ്. പക്ഷേ ഇതിപ്പം കറക്റ്റ് സൈസാണ് ഇട്ടേക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് വലിയ അങ്ങനെ അറിയത്തില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഇച്ചിരിയുടെ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്തിട്ട് ടക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആണെങ്കിൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ മീഡിയം യൂസ് ചെയ്യുന്നത് മീഡിയം തന്നെ എടുക്കുക, എക്സൽ ഉപയോഗിക്കുന്നത് എക്സൽ തന്നെ എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് 3XL വരെ, മീഡിയം തൊട്ട് 3XL വരെ എല്ലാ സൈസിലും ഉണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് W635, റേറ്റ് 2390, 2390.